ഗൈസ്, ഇന്ന് റിത്തൂസിൻ്റെ സ്കൂളിൽ ഓണാഘോഷമാണ്. അപ്പോൾ ഓണാഘോഷത്തിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഇവിടെ നല്ല മഴ പെയ്യാണ്. അങ്ങനെ കോട്ടും ഇട്ട് വണ്ടി എടുത്ത് പോകാൻ നോക്കുമ്പോൾ നമ്മൾ ഐഡിയ ഒന്ന് ചെറുതായിട്ട് മാറ്റി കുടയെടുത്തിട്ട് മെല്ലെ അങ്ങ് നടക്കാൻ തുടങ്ങിയേ. നല്ല മഴ പെയ്യുന്നുണ്ടേ. നടന്ന് സ്കൂൾ എത്തുമ്പോഴേക്കും കുറച്ചങ്ങ് ലേറ്റായി പോയേ. നമുക്ക് രാവിലെ തന്നെ നല്ല പണിയൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടുകറിയായിരുന്നു റിത്തൂസിൻ്റെ ക്ലാസ്സുകാരെ ഏറ്റിട്ടുള്ള ഐറ്റം. അപ്പോൾ ഇവിടെ രാവിലെ തന്നെ കുട്ടികളും പാരൻസും ടീച്ചേഴ്സും എല്ലാവരും കൂടി ചേർന്ന് പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സും എല്ലാം അണിഞ്ഞ് കളർഫുള്ളായിട്ടൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ പൂക്കളതേ റെഡി ആയിട്ടുണ്ടേ. പൂക്കളുമൊക്കെ സെറ്റ് ആയതിനു ശേഷം നമ്മളുടെ പരിപാടി ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയില്ല, പിന്നെ ക്ലാസ്സിൽ വെച്ചായിരുന്നു കുട്ടികളുടെയൊക്കെ പരിപാടിയും പാരൻസിൻ്റെ പരിപാടിയൊക്കെ നടത്തിയത്. ആഘോഷങ്ങൾക്കൊന്നും ഒട്ടും കുറവ് എത്തിയിട്ടില്ല. മഴ പുറത്ത് നന്നായിട്ട് തന്നെ പെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പരിപാടികളൊക്കെ ഹോളിൻ്റെ ഉള്ളിനടുത്ത് നല്ല കളർഫുള്ളായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാവരും തന്നെ. നമ്മൾ കുട്ടികൾ മാത്രമല്ല പാരൻസിനെ കൂടി ഈ ആഘോഷ പരിപാടിയിലേക്ക് ഉൾപ്പെടുത്തിയപ്പോൾ നമുക്കും നമ്മുടെ പഴയ ഒരു നൊസ്റ്റോളജിയൊക്കെ ഒന്ന് പുതുക്കാൻ കിട്ടിയ ഒരു നല്ല അവസരം തന്നെയാണെന്ന് പറയാം. മാക്സിമം നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുകയാണ് ഇവിടെ ഓരോ മിനിറ്റുകളും. ആഘോഷത്തിൻ്റെയും മത്സരത്തിൻ്റെയും ഒരു സ്പിരിറ്റ്. അതിനിടെ ഞങ്ങൾ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. ഉച്ച ടൈം വരെ നമ്മളങ്ങനെ ആഘോഷങ്ങളൊക്കെ നടത്തി പിന്നെ ഒരു കുറച്ച് ടൈം റെസ്റ്റ് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ ഓണസദ്യയൊക്കെ ഇവിടെ സെറ്റായിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടാക്കാം ഇനിയുള്ള പരിപാടി എന്ന് തീരുമാനിച്ചു. ഇവിടെ ഇതേ കുറേ ഐറ്റംസൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള സദ്യ പരിപാടി ഒന്നും നടക്കില്ല. അപ്പോൾ ക്ലാസ്സുകളിലാണ് ആദ്യം കുട്ടികളെയാണ് ഇരുത്തിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ പാരൻസും ടീച്ചേഴ്സൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുട്ടികളും പാരൻസും ടീച്ചേഴ്സും എല്ലാവരും ഉൾപ്പെട്ട ഒരു ഫാമിലി പോലെ എല്ലാവരും നമ്മളെ ഒരു തറവാട്ടിലുള്ള ഓണാഘോഷം പോലെയാണ് ഇവിടെ സ്കൂളിലെ ഓണാഘോഷം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ആസ്വദിച്ച് തന്നെ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ച ശേഷം നമ്മൾ ഇതേ പൂക്കളത്തിൻ്റെ അടുത്ത് വന്ന് കുറച്ച് ഷോ ഒക്കെ നടത്തിയിട്ടുണ്ടേ. ഫുൾ ഓണം വൈബ് മൂഡിൽ ഇവിടെ നല്ല DJ സോങ് ഒക്കെ വെച്ച് നല്ല നമ്മുടെ കുട്ടികളെ ഇത് തകർത്ത് ആടുന്നുണ്ട്. ബട്ട് നമ്മുടെ റിത്തൂസ് ടോട്ടലി എന്തോ ഒരു മൂഡ് ഓഫിലാണ് നിൽക്കുന്നത്. കളിക്കാനൊന്നും പറഞ്ഞിട്ട് ഇവിടെ കളിക്കാനും നിൽക്കുകയാണ്, മാറി നിൽക്കുന്നുണ്ട്. ആടി തിമർക്കലിന് ശേഷം നമ്മൾ പ്രൈസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സും പാരൻസും PTA ഉൾപ്പെട്ടിട്ടുള്ള പാരൻസും എല്ലാവരും ചേർന്നിട്ട് എല്ലാവർക്കും പ്രൈസും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പൊള്ളി ഡേ ആയിരുന്നു, ഒരു രക്ഷയില്ല. നല്ല സദ്യ, എല്ലാവരും മനസ്സും വയറും ഒക്കെ നിറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇത്ര എൻജോയ് ചെയ്ത ഒരു ദിവസം നമ്മുടെ സ്കൂളിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ കറക്റ്റായിട്ട് പറയാം. അത്രയ്ക്ക് ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.